ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ കെയറിനെ പറ്റിയിട്ടാണ്. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് നമ്മുടെ മേക്കപ്പ് കാര്യങ്ങളൊക്കെയാണ്. കുറേ ആൾക്കാർ നമ്മുടെ ഈ മേക്കപ്പും കാര്യങ്ങളൊക്കെ തന്നെ സ്കിൻ കെയറിലോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ കെയർ വേറെ, മേക്കപ്പ് വേറെ എന്നുള്ളതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം. ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ അതാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഏതൊക്കെയാണ്, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന എന്തൊക്കെയാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ സ്കിൻ കെയറും ചെയ്യുന്നത് നമ്മുടെ ഫേസ് ഗ്ലോ ആവാനോ പ്ലംപി ആവാനോ അതിനൊന്നും വേണ്ടിയിട്ടല്ല. നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് പോഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്, എപ്പോഴും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ സ്കിൻ കെയർ. ഞാനിപ്പോൾ റീസെൻ്റ്ലി ആമസോണിൽ നിന്ന് കുറച്ച് കൊറിയൻ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് ഡിഫറൻസ് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആവുന്നതും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. പ്ലസ് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഡയറ്റും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിൽ അത് വിസിബിൾ ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ ഇങ്ങനെ മടിച്ചൊക്കെ ആയതുകൊണ്ട് പ്രോപ്പർ ഡയറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് വിചാരിക്കും നാളെ എടുക്കുക, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് ഒരു ഡിസിഷൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഫ്ലോയിലങ്ങ് പൊക്കോളൂ. അങ്ങനെയായിരുന്നു ലാസ്റ്റ് വെയ്റ്റ് ലോസ് വീഡിയോ എന്ന് പറയുന്നത്. ആ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ, അതായത് എന്തൊക്കെയാണ് ഞാൻ ആ ടൈമിൽ ചെയ്തിരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ നീട്ടാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് നമുക്ക് ഒരു മോയ്സ്ചറൈസർ പരിചയപ്പെടാം. അതായത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരെണ്ണമാണ് ഇത് അനുവയുടെ റൈസ് 70+ സെറമൈഡ് മോയ്സ്ചറൈസറാണ്. ഐ ഹോപ്പ് യു ക്യാൻ സീ ദിസ്. കണ്ടോ? ഓക്കെ, ഇതാണ് പ്രോഡക്റ്റ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിൽക്കി ടെക്സ്ചറാണ്. ഞാൻ കാണിച്ചു തരാണ്. മിൽക്കി ടെക്സ്ചറാണ്. ഇത് പെട്ടെന്ന് നമ്മുടെ സ്കിന്നുമായിട്ട് അബ്സോർബ് ആവും. ഇത് നോൺ സ്റ്റിക്കിയാണ്. സ്കിന്നായിട്ട് അബ്സോർബ് ആവും. ഇനിയിപ്പോൾ ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മൾ ഈ സ്ഥലത്ത് തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ സോഫ്റ്റ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതിനോട് ഓൾമോസ്റ്റ് ഓൾ ദ പ്രോഡക്ട്സ് കിഡിലാണ്. നല്ല സ്കിൻ കെയറിന് പറ്റിയൊരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ നെക്സ്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് പ്രോഡക്റ്റാണിത്. അനുവയുടെ തന്നെ നയാസിനമൈഡ് 10+ TXA4 സീറമാണിത്. ഇതിൻ്റെ ടെക്സ്ചറും അടിപൊളിയാണ്. ഇതിനെ കുറച്ചിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മളിങ്ങനെ പതുക്കെ ഡാബ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് നമ്മുടെ ഫേസ് ഗ്ലോ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നല്ലൊരു ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യും. അതൊക്കെയാണ് മെയിനായിട്ട് ഈ അനുവയുടെ പ്രോഡക്ട്സ്. എനിക്കതാണ് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും പറയാനില്ല, കിട്ടില്ല പ്രോഡക്ട്സാണ്. ഹാർട്ട് ലീഫ് പ്ലസ് BHAയുടെ ഫേസ് ഫോം അഥവാ ഫേസ് വാഷ് എന്നൊക്കെ പറയും. അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഹാർട്ട് ലീഫിൻ്റെ ആണ്. അതുപോലെ തന്നെ ഇത് പോർ ഡീപ്പ് ക്ലെൻസിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഓപ്പണിങ് ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഒരുമാതിരി ഒരു ക്രീമി കളറാണ് വരുന്നത്. കണ്ടോ? ഒരു ക്രീമി കളറാണ്. ഓക്കെ, എന്നാലും ഫേസ് വാഷ് ചെയ്താണ്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല. ഇതാണ് അനുവയുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന്. ഇടുമ്പോൾ നമ്മൾ വെള്ളപ്പാണ്ട് പിടിച്ച ആൾക്കാരെ പോലെയൊക്കെ ഇരിക്കും. പക്ഷെ അത് നിങ്ങൾ കാര്യമാക്കരുത്. ഓക്കെ, ഇടുമ്പോൾ നമ്മൾ വെള്ളപ്പാണ്ട് പിടിച്ചവരൊക്കെ പോലെ ഇരിക്കും. പക്ഷേ ഇതങ്ങോട്ട് ബ്ലെൻഡായി കഴിഞ്ഞുണ്ടല്ലോ, എൻ്റെ പൊന്നെ സാറേ, നമ്മൾ സൺസ്ക്രീൻ ഇട്ടെന്ന് അറിയത്തില്ല. വേണ്ട, യു ക്യാൻ സീ ദാറ്റ് ഗ്ലോ. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ സെറം ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഈ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നൗ യു ക്യാൻ സീ ദ ഡിഫറൻസ്. ഇവിടെ കണ്ടോ ഗ്ലോ ഉണ്ടോ? അതാണ് ഈ ബ്യൂട്ടി ഓഫ് ജോയ്സൻ്റെ സൺസ്ക്രീനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. ഹെയറിലോട്ട് വരുമ്പോൾ എൻ്റെ ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി പറഞ്ഞാൽ കേൾക്കാത്ത മുടിയാണ്. അതായത് ഇന്ന് നല്ല പോലെ ഇരിക്കും, നാളെ സ്വഭാവം മാറും, അങ്ങനത്തെയാണ്. എന്ത് ടൈപ്പ് ഹെയർ ആണെന്ന് എനിക്ക് ഇതുവരെയും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഗൈസ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അതായത് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല സ്പ്രിങ് പോലെ ഇരിക്കും. പിന്നെ രാവിലെ എണീക്കുമ്പോൾ ഒരുമാതിരി വേവി ആവും. കുറച്ച് കഴിയുമ്പോൾ അത് ഫിസി ഹെയർ ആവും. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും.
എന്താണെന്ന് എനിക്കറിയത്തില്ല, ഷോക്ക് അടിച്ച പോലെയൊക്കെയാണ് ഇരിക്കുന്നത് ചില സമയം തല. ഞാൻ കാര്യമാക്കാറില്ല. അപ്പോൾ ഞാൻ പുറത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു സ്ട്രൈറ്റ്നർ യൂസ് ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കേൾ ഡിഫൈനിങ് ഇതുണ്ടല്ലോ ക്രീം, അതെങ്ങാനും എന്തെങ്കിലുമൊക്കെ ചെയ്യും. അല്ലെങ്കിൽ സെറം വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങനെയൊക്കെയാണ് പുറത്ത് പോകാറുള്ളത്. മാക്സിമം ഞാൻ ഓഫീസിലൊക്കെ പോകുമ്പോൾ മുടി സ്ട്രൈറ്റ് ചെയ്ത് നന്നായിട്ടുള്ള രീതിയിലാണ് പോകാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒന്നാമത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും ദുബായിലും കൂടി ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, കുളിക്കാൻ പറ്റത്തില്ല. It's been a long time since I smelled beautiful. ചൂട് വെള്ളം നമ്മൾ ബാത്റൂമിൽ കയറിയിട്ട് വെളിയിൽ ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മളെല്ലാം പുഴുങ്ങിയെടുത്ത അവസ്ഥയിലായിരിക്കും നമ്മൾ വെളിയിൽ വരുന്നത്. ആ സിറ്റുവേഷൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ ആ ടൈമിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണ്. അതായത് ഇത് 1 hour യൂസ് ചെയ്ത് നമ്മൾ തലയിലേക്ക് ഇങ്ങനെ വെക്കണം. 1 hour നമ്മൾ വെച്ചേ പറ്റത്തുള്ളൂ. കാരണം ഇത് ബൊട്ടാനിക് ഹെർത്തിൻ്റെ റോസ്മേരി ഹെയർ ഓയിലാണ്. ഇതിൽ ബയോട്ടിൻ, കാസ്റ്റർ ഓയിൽ, ജോജുബ ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ സുനാപ്പിയാണ്. കണ്ടോ, ഇതിൻ്റെ കൂടെ വേറൊരു അടപ്പും കൂടി വരുന്നുണ്ട്. അത് എവിടെയാണെന്ന് അറിയത്തില്ല. ഇത് ആക്ച്വലി അപ്ലൈ ചെയ്യാൻ വളരെ ഈസിയാണ്. കണ്ടോ, ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എണ്ണ കയ്യിലാവുമെന്ന് പേടിയില്ല, എന്നാൽ തലയിൽ എല്ലായിടത്തും എത്തുകയും ചെയ്യും. പിന്നെ എൻ്റെ ഏറ്റവും റീസെൻറ്റ് ഫേവറേറ്റാണ് നമ്മുടെ വിഷ് കെയറിൻ്റെ ഹെയർ ഗ്രോത്ത് സെറം. ഇത് ആക്ച്വലി വളരെ ക്യൂട്ടാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ ഇളക്കുക. ഇത് സ്പ്രേ ആണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ സ്പ്രേ ആക്കുക. കണ്ടോ, എന്നിട്ടിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ തലയിൽ 2-3 പ്രാവശ്യം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാടൊന്നും എടുത്ത് ഒരു ദിവസം കൊണ്ട് തന്നെ കുപ്പിയൊന്നും തീർത്ത് കളയരുത്. ഇതിന് ഭയങ്കര ഒരു റേറ്റാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ടിക്ടോക്ക് പേജും എൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അത്രയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.